ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ആരാണെന്ന് വ്യക്തമായിട്ട് പറയൂ. ഞാൻ ആരെങ്കിലും ആവട്ടെ, തെറ്റ് ചെയ്യാത്തവരെ ദ്രോഹിക്കാൻ നിങ്ങൾ സ്പെഷ്യൽ പോലീസ് ടീം തുനിഞ്ഞിറങ്ങിയ അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കിക്കോ. വെറുതെ ഓവർ കോൺഫിഡൻസില് വെറും വാക്കുകൾ പറയാൻ നിൽക്കണ്ട. അവസാനം അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. അപ്പോ എന്നെ മോശം പറഞ്ഞാ തനിക്ക് ദേഷ്യം വരുമല്ലേ? അതിലെന്താ തെറ്റ്? എന്നെ ആരെങ്കിലും മോശം പറഞ്ഞാ കിരണ്ണും ദേഷ്യം വരില്ലേ? ഉറപ്പായും വരും. അതുപോലെ തന്നെ എനിക്ക് പൃഥ്വി കിരണ്ണ മോശമായിട്ട് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അടിച്ചു, അത്രേ ഉള്ളൂ. ജഡി, ബീച്ച് സൈഡിലെ റിസോർട്ടില് കഴിഞ്ഞ ദിവസം ഒരു മർഡർ നടന്നിട്ടുണ്ട്. മാർട്ടിൻ എന്നാണ് മരിച്ച ആളുടെ പേര്. ലോക്കൽ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അത് പോരാ. അവിടെ നടന്നത് എന്താണെന്നും എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നും യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും നമുക്കറിയണം. ഓക്കെ, ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ലോക്കൽ പോലീസിന്റെ കയ്യിലുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് കിട്ടണം. അതെല്ലാം കളക്ട് ചെയ്യണം. പിന്നെ ഇൻക്വസ്റ്റ് സമയത്ത് എടുത്ത ഫോട്ടോസ്, കിട്ടാവുന്ന CCTV ഫുട്ടേജ്, പിന്നെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടണം. ഓക്കെ, നമ്മുടെ ഫുൾ ടീം ഡെഡിക്കേറ്റഡ് ആയി ഈ കേസിന്റെ പിന്നാലെ ഉണ്ടാവണം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യണം. ഞാൻ എല്ലാവരെയും വിളിച്ച് ബ്രീഫ് ചെയ്യാം. ഓക്കെ, ഞാൻ അഖിലിനെ വിളിച്ചോളാം. അതുവരെ ഞാൻ പറഞ്ഞതെല്ലാം റെഡിയാക്കിക്കോളൂ. ഓക്കെ ജഡി. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? പൃഥ്വിയെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നോ? അതെ മാഡം, ഇന്റലിജൻസിൽ നിന്ന് വിവരം കിട്ടിയിട്ട് അണ്ടർ കവർ ടീം ലോക്കൽ പോലീസിനോട് പൃഥ്വിയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൃഥ്വി എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവര് കരുതുന്നേ? മേനോൻ എന്ന വിളിപ്പേരുള്ള ഡോണിനെ കുറിച്ച് മാഡത്തിന് അറിയാലോ. അയാളുമായിട്ട് പൃഥ്വിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പല്ലവി എന്തിനാ അവര് ഫ്രെയിം ചെയ്യുന്നേ? അത് പിന്നെ പൃഥ്വിയിലേക്ക് തന്നെ പോലീസിന് പ്രോപ്പറായിട്ട് എത്താൻ സാധിക്കുന്നില്ലല്ലോ. മീഡിയയും മറ്റ് സ്വാധീനങ്ങളും എല്ലാം നിങ്ങൾക്കുള്ളതുകൊണ്ട് ലോക്കൽ പോലീസ് അങ്ങനെ പെട്ടെന്നൊന്നും അടുക്കാൻ ധൈര്യപ്പെടില്ല. അതുകൊണ്ട് അവര് കുടുംബത്തിലെ മറ്റുള്ളവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തിയാൽ പോലീസിനൊരു അപ്പർ ഹാൻഡ് കിട്ടുമല്ലോ. അതിനുവേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അവര് ഫ്രെയിം ചെയ്യോ? മാഡം, ഇതൊക്കെ ഞാൻ എന്റെ ഒരു ഊഹവും തോന്നലും മാത്രമേ പറഞ്ഞതാണ്. സത്യത്തില് പോലീസുകാരെ എന്താണ് ചിന്തിക്കുന്നതെന്നോ ചെയ്യുന്നതെന്നോ എല്ലാം അവർക്കല്ലേ അറിയൂ. ശരി, ഓക്കെ മാഡം, എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഓക്കെ. ഓക്കെ, ഇതെല്ലാം ആ അണ്ടർ കവർ പോലീസ് ടീമിന്റെ കളിയാണെന്ന് ഉറപ്പാ. ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് അറിയണം. വെറുതെ എന്നെ എന്റെ കുടുംബത്തെ ഉപദ്രവിക്കാനാണ് അവരുടെ പ്ലാനെങ്കിൽ ഏതറ്റം വരെ പോയാലും ആ ടീമിനെ തന്നെ ഇല്ലാതാക്കി കളയാൻ. ഹലോ ഹലോ, നിങ്ങൾ പേഴ്സണൽ വൈരാഗ്യം തീർക്കാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. കള്ളപ്പേരിൽ വിളിക്കുന്ന നിങ്ങളോട് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കാർക്കും ആരോടും വ്യക്തിപരമായി ഒന്നുമില്ല. നിയമത്തിന്റെ മുന്നിൽ തെറ്റുകൾ ചെയ്യുന്നവരെ കണ്ടുപിടിക്കുക മാത്രമാണ് ഞങ്ങളുടെ ജോലി. ജോലിയുടെ മഹത്വമൊന്നും കൂടുതൽ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ട. ഒരു മാധ്യമ പ്രവർത്തകയുടെ അനിയനെയും അനിയത്തിയും നിങ്ങൾ മനഃപൂർവ്വം ഫ്രെയിം ചെയ്ത് പിടിക്കാൻ നടക്കുന്ന നാടകമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അനിയനും അനിയത്തിയോ? ആരുടെ കാര്യം നിങ്ങൾ പറയുന്നത്? ഇന്ദ്ര ടിവിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്തിനാ നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ നടിക്കുന്നത്? അരുന്ധതി മിശ്ര എന്ന പേരിൽ നമ്മളെ വിളിക്കുന്നത് പൂർണിമ ചേച്ചിയാ. അതൊന്ന് കൺഫേം ചെയ്യണം. കിരൺ പോയി ചേച്ചി ഒന്ന് നോക്കാവൂ. ഹലോ ഹലോ ഹലോ.
പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവരെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. തെറ്റാര് ചെയ്താലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അവരെ അതിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയാൻ നിങ്ങൾ ആരാണെന്ന് വ്യക്തമായിട്ട് പറയൂ. ഞാൻ ആരെങ്കിലും ആവട്ടെ, തെറ്റ് ചെയ്യാത്തവരെ ദ്രോഹിക്കാൻ നിങ്ങൾ സ്പെഷ്യൽ പോലീസ് ടീം തുനിഞ്ഞിറങ്ങിയ അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കിക്കോ. വെറുതെ ഓവർ കോൺഫിഡൻസില് വെറും വാക്കുകൾ പറയാൻ നിൽക്കണ്ട. അവസാനം അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ ഈ പറഞ്ഞ കേസുകളിൽ അവർക്കുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ചിലപ്പോ ആ പെൺകുട്ടി കേസിൽ നിരപരാധിയുമായേക്കാം. ഇതെല്ലാം അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങളല്ലേ. സത്യമറിയാൻ നിങ്ങൾ അന്വേഷണത്തിൽ സഹകരിക്കൂ. അല്ലാതെ ഞങ്ങൾ വിളിച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഹലോ ഹലോ, ശ്ശേ. ദുർഗ, താൻ പറഞ്ഞ് ശരിയായിരുന്നു. അത് പൂർണ്ണ ചേച്ചി തന്നെയായിരുന്നു. താനെന്താ ആലോചിക്കുന്നത്? ഞാൻ പൂർണിമേച്ചിയുടെ കാര്യം ആലോചിച്ചതാ. പാവം, എന്തൊക്കെ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യണ്ടേ. പൃഥ്വിയെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അശ്വതി ഉണ്ടാക്കുന്ന തലവേദനകൾ, ഇപ്പൊ ദേ പല്ലവിയും. ഇതൊന്നും പോരാഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ടെൻഷനും കുറച്ചൊന്നും അല്ലല്ലോ. എന്ത് മാനേജ് ചെയ്തിട്ട് എന്താ കാര്യം? ചേച്ചി പൃഥ്വിയെ വിശ്വസിക്കുന്നത് അന്ധമായിട്ടല്ലേ? സത്യത്തിൽ അവൻ ആരാണെന്നും എന്താണെന്നും ചേച്ചി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. അതിനൊന്നും പൂർണിമേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല കിരൺ. ഇപ്പോ കിരൺ തന്നെ പറഞ്ഞില്ലേ, ചേച്ചി പൃഥ്വിയെ വിശ്വസിക്കുന്നത് അന്ധമായിട്ടാണെന്ന്. അതിന് കാരണം എന്താ? കുടുംബത്തോടുള്ള സ്നേഹം, സഹോദരങ്ങളോടുള്ള വിശ്വാസം, ആർക്കും ഒന്നിനും അവരെ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ്. ഇങ്ങനൊരു ചേച്ചിയെ കിട്ടാൻ മുജ്ജന്മ പുണ്യം വേണം. അതിനൊന്നുള്ള ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും പൃഥ്വിക്ക് ആ ഭാഗ്യം ഉണ്ടായി. നമ്മളിപ്പോ ഈ വീട്ടിൽ നിൽക്കാൻ കാരണവും ചേച്ചിയുടെ അതേ സ്നേഹം തന്നെയാ. കിരൺ മഹാദേവൻ അങ്കിളിന്റെ മകനാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നതുകൊണ്ടാ. നാളെ എല്ലാവർക്കും മുന്നിൽ അങ്കിള് കിരണിനെ അംഗീകരിച്ചു കഴിയുമ്പോ പൂർണിമ ചേച്ചിയെ കിരൺ കൂടുതൽ മനസ്സിലാക്കും. അതെനിക്ക് ഉറപ്പാ. താൻ പറയുന്നത് 100% ശരിയാ. നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ചേച്ചിയെ സഹായിക്കണം, പല്ലവിയും രക്ഷിക്കണം. ആ കേസിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടെത്തണം. ഉം. അതിലെന്തോ നമ്മൾ അറിയാത്ത സത്യം മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നമ്മൾ കണ്ടെത്തണം കിരൺ. നമുക്ക് ഇറങ്ങാൻ ദുർഗ. എത്രയും പെട്ടെന്ന് അന്വേഷണം തുടങ്ങാം. താൻ വാ. ശരി. നിങ്ങൾ എല്ലാ സ്ഥലവും നോക്കിയോ? ഇല്ല, അതെന്താ? പോലീസ് എല്ലാം അന്വേഷിച്ചു. ഇനി നോക്കണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണമെന്നാ മാനേജർ പറയുന്നത്. യൂണിഫോമിലായിരുന്നെങ്കിൽ അടിച്ച് പരിച്ചു കൊടുത്തറ ഞാൻ അവന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വാ, നമുക്ക് സംസാരിക്കാം. ആ, നിങ്ങൾ ഇതുവരെ പോയില്ലേ?